ഏദോമ്യരുടെ പിതാവ് ഏദോം എന്നുകൂടി പേരുള്ള ഏസാവിൻ്റെ സന്താന പരമ്പര ഇതാണ്. കാനാന്യ സ്ത്രീകളായിരുന്ന ഏസാവിൻ്റെ ഭാര്യമാർ. ഹിത്യനായ എലോനിൻ്റെ മകളാണ് ആദ. ഹിവ്യനായ സിബിയോൻ്റെ മകളാണ് ആനായുടെ പുത്രിയാണ് ഒഹൊലിബാമ. ഇസ്മായിലിൻ്റെ മകളും നെബോയോത്തിൻ്റെ സഹോദരിയുമാണ് ബസ്മത്ത്. ഏസാവിന് ആദായിൽ എലീഫാസും ബസ്മത്തിൽ റഹൂവലും ജനിച്ചു. ഒഹൊലിബാമയിൽ അവന് യഹൂഷും യാലാമും കോർഹും ജനിച്ചു. കാനാൻ ദേശിച്ച് വെച്ച് ഏസാവിനുണ്ടായ മക്കളാണിവർ. ഏസാവ് ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും വീട്ടുള്ള എല്ലാവരും മൊത്തം തൻ്റെ കാലികളും മൃഗങ്ങളും കാനാൻ ദേശത്ത് താൻ നേടിയ സ്വത്തുമായി സഹോദരനായ യാക്കോബിനെ വിട്ട് അകലെയുള്ള ഒരു ദേശത്തേക്ക് പോയി. കാരണം ഒന്നിച്ച് പറക്കാൻ വയ്യാത്തത് ഇവർക്കും അത്രയേറെ സമ്പത്തുണ്ടായിരുന്നു. അവരുടെ അധിവാസ ഭൂമിക്ക് സംരക്ഷിക്കുവാനാവാത്തവണ്ണം ഇത്രയധികമായിരുന്നു ആടുമാടുകൾ. അതുകൊണ്ട് ഏസാവ് സെയിൻ എന്ന മലനാട്ടിൽ പാർത്തു. ഏസാവും ഏദോമും ഒരാൾ തന്നെ. സെയീർ മലയിലെ ഏദോമ്യരുടെ പിതാവായ ഏസാവിൻ്റെ സന്തതി പരമ്പര. ഏസാവിൻ്റെ പുത്രന്മാരുടെ പേരുകൾ. ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ മകൻ എലിഫാസ്, ഭാര്യയായ ബസ്മത്തിലുണ്ടായ മകൻ റഹൂവേൽ. എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫോ, ഗത്താം, കെനസ്. ഏസാവിൻ്റെ മകൻ എലിഫാസിന് തിമ്ന എന്ന രൂപനാരി ഉണ്ടായിരുന്നു. എലിഫാസിന് അവളുടെ അമലേക്ക് എന്നൊരു പുത്രൻ ജനിച്ചു. ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ സന്തതികളാണ് ഇവർ. റഹൂവേലിൻ്റെ പുത്രന്മാരാണ് നഹത്ത്, സേറഹ്, ഷമ്മ, മിസ്സാം എന്നിവർ. ഏസാവിന് ഭാര്യ ബസ്മത്തിലുണ്ടായ സന്തതികളാണിവർ. സിബിയോൻ്റെ പുത്രിയായ ആനായുടെ മകൾ ഒഹൊലിബാമിൽ ഏസാവിൻ്റെ പുത്രന്മാരാണ് യവൂഷും യാലാമും കോറോ. ഏസാവിൻ്റെ മക്കളിൽ പ്രധാനർ ഇവരായിരുന്നു. ഏസാവിൻ്റെ കടിഞ്ഞൂൽ പുത്രനായ എലീഫാസിൻ്റെ മക്കൾ തേമാൻ, ഓമർ, സെഫോ, കെനസ്, കോറഹ്, ഗത്താം, അമലേക്ക് എന്നിവർ. ഏദോം നാട്ടിൽ അലിഫാസിൽ നിന്നുണ്ടായ നായകന്മാരാണ്. ഇവരെല്ലാം ആദായുടെ പുത്രന്മാരാണ്. ഏസാവിൻ്റെ മകനായ റഹൂവേലിൻ്റെ പുത്രന്മാർ പ്രമുഖരായ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ്സ. ഏദോം നാട്ടിൽ റഹൂവേലിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ടവരാണിവർ. ഇവർ ഏസാവിൻ്റെ ഭാര്യ ബസ്മത്തിൻ്റെ സന്തതികളാണ്. ഏസാവിൻ്റെ ഭാര്യ ഒഹൊലിബാമയുടെ പുത്രന്മാർ പ്രമുഖരായ യവൂഷ്, യലാം, കോറഹ്. ഇവർ ഏസാവിൻ്റെ ഭാര്യയും ആനായുടെ മക്കളുമായ ഒഹൊലിബാമയിൽ നിന്നുള്ള നായകന്മാരാണ്. ഇവർ ഏസാവിൻ്റെ സന്തതികളും ഏദോമിലെ പ്രമുഖന്മാരുമാണ്. അന്നാട്ടിൽ പ്രാർത്ഥിക്കുന്നവരും സെയീർ എന്ന ഹോരിൻ്റെ പുത്രന്മാരുമാണ്. ലോത്താൻ, ഷോബാൽ, സിബെയോൻ, ആന, ദീഷോർ, ഏസർ, ദീഷാർ. ഇവർ ഏദോം നാട്ടിലെ സെയീറിൻ്റെ പുത്രന്മാരും ഹോരിയിലെ പ്രമാണികളുമാണ്. ലോത്താൻ്റെ പുത്രന്മാരായ ഹോറി, ഹേമ. ലോത്താൻ്റെ സഹോദരിമാരായിരുന്ന തിമ്ന, ലോബോഷിൻ്റെ പുത്രന്മാർ അൽമാൻ, മനഹത്ത്, ഏബാൽ, നെഫോ, ഓനാം. സിബിയോൻ്റെ പുത്രന്മാർ അയ്യ, ആന. തൻ്റെ പിതാവായ സിബിയോൻ്റെ കഴുതകളെ മേയ്ക്കുവാൻ മരുഭൂമിയിൽ ചൂടുറവുകൾ കണ്ടെത്തിയ ആന അവനെ തന്നെയാണ്. ദീഷോൻ ആനയുടെ പുത്രനും ഒഹൊലിബാമ പുത്രിയുമായിരുന്നു. ഹെബ്ദാൻ, എബ്ഷോൺ, ഇത്രാൻ, കെറാൻ എന്നിവരായിരുന്നു ദീഷോൻ്റെ പുത്രന്മാർ. ഏസറിൻ്റെ പുത്രന്മാരായിരുന്നു ബിൽഹാനും സാവാനും മക്കാനും. ദീഷാൻ്റെ പുത്രന്മാരായിരുന്നു ഊസും ആരാനും. ഹോര്യരിലെ പ്രമുഖരായിരുന്നു ലോത്താൻ, ലോബാൻ, സിബെയോൻ, ആന എന്നിവർ. ദീഷോൻ, ഏസർ, ദീഷാൻ എന്നിവർ സെയീർ നാട്ടിലെ ഹോര്യരിലെ പ്രമുഖരായിരുന്നു.